സ്നേഹപ്പെട്ട എല്ലാവർക്കും പ്രതിനിധിയിലേക്ക് സ്വാഗതം. നീ യഹോവയുടെ നാമത്തിൽ ഞങ്ങളോട് പറഞ്ഞിരിക്കുന്ന വചനം സംബന്ധിച്ച് ഞങ്ങൾ നിന്നെ കൂട്ടാക്കിയില്ല. യിരെമ്യാവ് 44:16 വാക്യം. യഹൂദ ജനതയുടെ മുമ്പിലും ഇങ്ങനൊരു ജീവൻ മരണ ചോദ്യം ഉണ്ടായി. യുദ്ധവും ക്ഷാമം മൂലം അടുത്ത ദൈവത്തിന് ജനം തങ്ങളുടെ യഥാർത്ഥ പ്രശ്നം വിഗ്രഹാരാധന കൂടിയതാണോ അതോ കുറഞ്ഞു പോയതാണോ എന്ന് ആശ്ചര്യപ്പെട്ടു. അവസാനം അവർ വ്യാജ ദൈവത്തിന് കൂടി യാഗങ്ങൾ അർപ്പിച്ചു. അവൾ അവരെ സംരക്ഷിക്കുകയും അഭിവൃദ്ധി നൽകുകയും ചെയ്യുമോ എന്ന് പരീക്ഷിക്കാൻ തീരുമാനിച്ചു. യിരെമ്യാവ് 44:17 വാക്യം. അവർ തങ്ങളുടെ പ്രശ്നകാലം നിർണ്ണയിക്കുന്നതിൽ വല്ലാത്ത തെറ്റിപ്പോയി എന്ന് യിരെമ്യാവ് പറഞ്ഞു. അവരുടെ പ്രശ്നം അവർ വിഗ്രഹങ്ങളെ സേവിക്കുന്നത് കുറഞ്ഞു പോയതല്ല, വിഗ്രഹങ്ങൾ അവർക്ക് ഉണ്ടായിരുന്നു എന്നാണ് അവർ പ്രവാചകനോട് പറഞ്ഞു. നീ യഹോവയുടെ നാമത്തിൽ ഞങ്ങളോട് പറഞ്ഞിരിക്കുന്ന വചനം സംബന്ധിച്ച് ഞങ്ങൾ നിന്നെ കൂട്ടാക്കിയില്ല. വാക്യം 16. യിരെമ്യാവ് മറുപടി പറഞ്ഞു, നിങ്ങൾ യഹോവയുടെ വാക്ക് അനുസരിക്കാതെയും അവരുടെ ന്യായപ്രമാണ ചട്ടങ്ങളും സാക്ഷ്യങ്ങളും പ്രമാണിച്ച് നടക്കാതെയും രൂപം കാട്ടി യഹോവയുടെ പാപം ചെയ്തുകൊണ്ട് ഇന്ന് ഈ അനർത്ഥം ഞങ്ങൾക്ക് വന്നു ഭവിച്ചിരിക്കുന്നു. വാക്യം 23. യഹൂദരെപ്പോലെ നമ്മളും നമ്മളെ പ്രശ്നത്തിലാക്കിയ പാപകരമായ തെരഞ്ഞെടുപ്പുകളിൽ വീണ്ടും വീണു പോകാൻ പ്രലോഭരായിരിക്കാം. ബന്ധങ്ങളുള്ള പ്രശ്നങ്ങൾ, വീണ്ടും അകന്നു പോകാം. സാമ്പത്തിക പ്രശ്നങ്ങൾ, ഇനിയും സ്വന്തം സുഖങ്ങൾക്ക് ചെലവിട്ടാക്കാം. അവഗണിക്കപ്പെട്ടോ തിരിച്ച് നിഷ്കരണം പെരുമാറിപ്പോകാം. എന്നാൽ നമ്മുടെ പ്രശ്നങ്ങൾക്ക് കാരണമായ ഈ വിഗ്രഹങ്ങളൊന്നും നമ്മെ രക്ഷിക്കില്ല. യേശുവിന് മാത്രമാണ് നാം അവനിൽ ആശ്രയിക്കുമ്പോൾ നമ്മെ പ്രശ്നങ്ങളിൽ നിന്ന് വിടുവിക്കാൻ കഴിയുക. നിങ്ങൾ അകപ്പെട്ടിരിക്കുന്ന വ്യക്തിപരമായ പ്രശ്നം എന്താണ്? ഇതിനോട് തെറ്റായ വിധം പ്രതികരിക്കാൻ പ്രലോഭനമുണ്ടോ? നിങ്ങൾ എന്ത് ചെയ്യുവാനാണ് യേശു ആവശ്യപ്പെടുന്നത് എന്നാണ് നിങ്ങൾ കരുതുന്നത്? പ്രാർത്ഥിക്കാം. യേശുവേ, നിന്നെ കൂടാതെ വിജയിക്കുന്നതിനേക്കാൾ നിന്നോട് കൂടെ പ്രയോജനപ്പെടുന്നതാണ് ഞാൻ താല്പര്യപ്പെടുന്നു. താങ്ക് ഗോഡ്. ഗോഡ് ബ്ലെസ് യു. പുതിയ ദിവസം പുതിയ അനുഭവങ്ങൾ ദൈവം നിറയ്ക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ.